വൈകുന്നേരം അപ്പോൾ നല്ല പൊളിഞ്ഞ കാറ്റും മഴയായിരുന്നു. ഇവിടെ കാറ്റത്തും മഴയത്തും ഉണ്ടായ നാശനഷ്ടത്തെ വീഡിയോ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഞങ്ങൾ രണ്ടുപേരും എന്തായാലും ഇന്നലെ വീട്ടിലില്ല. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഡ്യൂട്ടി ഉണ്ടായിരുന്നു. രാവിലെ നോക്കുമ്പോൾ വീടിനകത്ത് പകുതി ഓടില്ല, പകുതി ഓട് പൊട്ടി താഴെ കിടക്കുന്ന പുറത്ത് കിടക്കുന്നു. പ്ലാവേലുണ്ടായിരുന്ന പകുതി മുക്കാൽ ചക്കയും താഴെ ഉണ്ടായിരുന്നു. വീടിന്റെ പുറകെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മാസങ്ങളോളം അടിക്കാതെ കിടക്കുന്നതാണ് വിചാരം. പക്ഷെ അതൊന്നും അല്ല, ഇതിൻ്റെ അടുത്ത കാറ്റിന്റെയും മഴയുടെയും ശക്തിയാണ് ഈ കിടക്കുന്ന കരികല. രണ്ടുപേരും ഓടിപ്പോന്ന് കണ്ടില്ലേ? ഞാൻ ആദ്യം പോയി നോക്കാം, സേഫ് ആണോ നോക്കാം, എന്നിട്ട് പുറകെ വന്നാൽ മതി എന്നാണ് ആള് പറയുന്നത്. ഈ കാണുന്ന നമ്മൾ പുറകിലത്തെ ബാത്റൂമാണ്. പക്ഷെ അവിടെ ഒന്നും അങ്ങനെ ആരും പോകാറൊന്നുമില്ല. ആകെ മൊത്തം നശിച്ചു കിടക്കുക. ഈ മതിലിന്റെ അപ്പുറത്ത് ചെറിയൊരു ഫാമാണ്. അത് കണ്ട വല വെച്ചേക്കുന്ന താറാവുകൾക്കുള്ള കൂട് മീൻസ് ചെറിയൊരു കുളം പോലെ. ഈ കാണുന്ന നമ്മുടെ വീട്ടിലുള്ള മറ്റേ പോസ്റ്റ് എന്നുള്ള കണക്ഷനാണ്. അതിന്റെ മണ്ടയിലോട്ട് ഒരു ജാതി വരെ പടഞ്ഞു വീണിട്ടുണ്ട്. അതുകൊണ്ടാണ് വീട്ടിൽ കറണ്ട് പോലും ഇല്ല. കെട്ട അവസ്ഥയാണ്. അതിൽ വിഷമിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മുടെ ഫ്രണ്ടിൽ ഒരു വാഴ നിൽപ്പുണ്ട്. അതിൽ നല്ല കൊലയായിരുന്നു, അതും പടഞ്ഞു. ഇന്നലെയാണ് ഞാൻ മോട്ടർ ഇടാൻ മറന്നത്. അതുകൊണ്ട് വെള്ളമില്ലായിരുന്നു മോട്ടറിന്. പിന്നെ ഞങ്ങൾ കോരിയാണ് വെള്ളം എടുത്തത്. ഞങ്ങൾക്ക് വീട്ടാണ് വെള്ളം പോലും അതിനകത്ത് കയറുന്നില്ല. അറ്റപ്പറ്റ കണ്ട് കയറുന്നത്. പിന്നെ അവളെ കണ്ട് കാണിക്കാമെന്ന് പറഞ്ഞിട്ട് കോരുന്നുണ്ട്. അതിനകത്ത് ഒന്നും കയറിയില്ല. പിന്നെ ഞങ്ങൾ വേറെ ഐഡിയ ചെയ്തു.